വ്യാജ മുദ്രാവാക്യങ്ങളല്ല, വികസനമാണ് തന്റെ സർക്കാർ പാവങ്ങൾക്ക് നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നടക്കുന്ന അഭിസംബോധനയിൽ രാഹുൽ ഗാന്ധിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെ കടുത്ത പരിഹാസവും മോദിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. जो लोग गरीबों की झोंपड़ियों में फोटो सेशन कराकर अपना मनोरंजन करते रहते हैं, उन्हें संसद में गरीबों की बात बोरिंग ही लगेगी। कुछ नेताओं का फोकस घरों में जकूजी पर, स्टाइलिश शावर्स पर, लेकिन हमारा फोकस तो हर घर जल पहुंचाने पर। അതേസമയം കുംഭമേളയ്ക്ക് പോയ ആളുകൾ മൃതദേഹമായാണ് തിരിച്ചെത്തിയതെന്ന് അഖിലേഷ് യാദവ് സഭയിൽ കുറ്റപ്പെടുത്തി. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, സഭയിൽ പ്രധാനമന്ത്രി വികസന നേട്ടങ്ങൾ ഓരോന്നും വേണ്ടി പറഞ്ഞു. പക്ഷേ ഏറ്റവും പ്രധാനം ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. തലേ ദിവസം തന്നെ കെജ്രിവാളിനെ ഉന്നമിട്ടുകൊണ്ട് അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നു. കോൺഗ്രസിനെ വെറുതെ വിട്ടില്ല അല്ലേ? എന്തൊക്കെയാണ് പാർലമെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞത്? ഇന്നത്തെ ഈ പ്രസംഗത്തിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഉന്നമിട്ടത് കെജ്രിവാളിനെയാണ്. അതായത് ചില നേതാക്കൾ സ്വർണ്ണ മാളികകൾ പണിയുന്നതിനാണ് സമയം ചിലവഴിക്കുന്നത്, അതിനുവേണ്ടി ഇടപെടുന്നു, പക്ഷെ ഞങ്ങൾ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചു എന്ന് കെജ്രിവാളിനെ ഉന്നമിട്ടുകൊണ്ട് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിനുശേഷമാണ് ഗാന്ധി കുടുംബത്തിലേക്കും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കൊക്കെ എതിരായിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയത്. എന്തായാലും കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ വികസന പദ്ധതികൾ അത് അക്കമിട്ട് നിരത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ പദ്ധതികൾ, പ്രത്യേകിച്ച് ആയുഷ്മാൻ പദ്ധതി, അത് 1.3 ലക്ഷം കോടി രൂപയാണ് ജനങ്ങൾക്ക് അത് കാരണം, ആ പദ്ധതി കാരണം സ്വരുക്കൂട്ടി വെക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ, ഒപ്പം തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, 4 കോടി ജനങ്ങൾക്ക് വീട് വെച്ച് നൽകിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കി പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളെ ഡൽഹിയിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മധ്യവർഗത്തിന് ഞങ്ങൾ എന്ത് നൽകി എന്നുകൂടി പ്രധാനമന്ത്രി പറയാൻ ശ്രമിക്കുന്നു. 12 ലക്ഷം രൂപ വരെ ആദായ നികുതി നൽകേണ്ടതില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 ലക്ഷം എന്ന നിലയിൽ നിന്നാണ് 12 ലക്ഷത്തിലേക്ക് ഈ സ്ലാബ് മാറ്റിയെടുത്തത്. അത് വലിയ നേട്ടമാണെന്ന നിലയിൽ പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ 2014 ശേഷം യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളാണ് നടത്തിയത്. ചില പാർട്ടികൾ യുവജനങ്ങളെ തെറ്റായ വഴിക്ക് നയിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഞങ്ങൾ വികസനം കൊണ്ടുവന്നു. പാവങ്ങൾക്ക് വികസനം സാധ്യമാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. എന്നാൽ തീർച്ചയായും അങ്ങനെയുള്ള നേട്ടങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞു. അതോടൊപ്പം തന്നെ നാളെ ഡൽഹി തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. അതിനു മുൻപായിട്ട് കെജ്രിവാളിനെ ഉന്നമിട്ടുകൊണ്ട് അതിരൂക്ഷമായ വിമർശനം ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. എന്തായാലും